വെൽക്കം ബാക്ക് ടു SN ട്രാവൽ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർണാടകയിലെ കുടക് ജില്ലയിലുള്ള നിസർഗധാമ എന്ന മനോഹരമായ ഒരു കൊച്ചു ദ്വീപിലെ കാഴ്ചകളാണ്. കുശാൽ നഗറിൽ നിന്ന് മടിക്കേരി റോഡിൽ ഏകദേശം 3 കിലോമീറ്റർ മാത്രം മതിയാകും പ്രകൃതിയുടെ ഹരിതാഭയാർന്ന ഈ മനോഹര ദ്വീപിലേക്ക് എത്തിച്ചേരുവാൻ. ഇവിടുത്തെ ടൈമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെയാണ് സന്ദർശന സമയം. ഇനി ടിക്കറ്റ് നിരക്കാണെങ്കിൽ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ്. അപ്പോൾ നമുക്ക് പാർക്കിനകത്തേക്ക് പോയാലോ? ടിക്കറ്റ് എടുത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുക ദ്വീപിലേക്കുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ്. കാവേരി നദിയുടെ കൈവഴിക്ക് കുറുകെയായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകൃതിയോട് ചേർന്ന് ലളിത മധുരമായ ഒരു സ്വപ്നം കാണുന്നത് പോലെയുള്ള അനുഭൂതിയാണ് നമുക്കുണ്ടാവുക. പാലം കടന്ന് ചെല്ലുമ്പോൾ തന്നെ വലതുവശത്തായി ബോട്ടിങ്ങിനുള്ള എൻട്രൻസ് കാണാം. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ക്ലോസ്ഡ് ആയിരുന്നതിനാൽ ബോട്ടിങ്ങിൻ്റെ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ശാന്തസുന്ദരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുതാണെങ്കിലും വൃത്തിയുള്ള കോട്ടേജുകളും ട്രീ ഹൗസുകളും അവൈലബിൾ ആണ്. ബുക്കിങ്ങിനുള്ള കോൺടാക്ട് നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുളകളുടെയും തേക്കുമരങ്ങളുടെയും ഇടയിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ കേൾക്കാൻ കഴിയുന്ന കാടിൻ്റെ ശബ്ദം നമ്മളെ മറ്റൊരു മാസ്മരിക ലോകത്തിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ മറ്റൊരു അട്രാക്റ്റീവായ കാര്യം, പാർക്കിൻ്റെ പലയിടങ്ങളിലും കർണാടകയുടെ തനതായ കലാരൂപങ്ങളും പുരാതന ജീവിത ശൈലികളും വെളിപ്പെടുത്തുന്ന മിഴിവാർന്ന ശില്പമാതൃകകൾ അവിടെയായി കാണാം എന്നതാണ്. അവയിൽ പ്രധാനപ്പെട്ട ചിലതാണ് മെയിൽ ട്രഡീഷണൽ നൃത്തരൂപമായ കോലാട്ടും ഫീമെയിൽ ട്രഡീഷണൽ ഡാൻസായ ഉമ്മത്താട്ടും. സന്ദർശകർക്ക് പാർക്കിന്റെ ഏരിയൽ വ്യൂ കാണാൻ സാധ്യമാകുന്ന രീതിയിൽ അവിടെയായി ഏറുമാടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അക്രോഫോബിക് അല്ലെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മറ്റൊരു ആകർഷകത എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി നിർമ്മിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഇരിപ്പിടങ്ങൾ പാർക്കിന്റെ പലയിടത്തും ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. നിസർഗധാമയിലെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നായ ഇവിടുത്തെ ബേർഡ് പാർക്കിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. പറയാൻ വിട്ടുപോയ ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ പാർക്കിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം പേ ചെയ്ത 60 രൂപ നിസർഗധാമയിലേക്കുള്ള എൻട്രൻസ് ഫീ മാത്രമാണ് കേട്ടോ. ഇതിനകത്തുള്ള മറ്റെല്ലാ ഓരോ ആക്ടിവിറ്റീസിനും പ്രത്യേകം ചാർജസ് ഉണ്ട്. പ്രകൃതി പാർക്കുന്ന ഇടം എന്നർത്ഥം വരുന്ന നിസർഗധാമ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന അനുഭവം തന്നെയാണ് ഇവിടേക്ക് വരുന്ന ഓരോ സഞ്ചാരികളെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കുടകിലേക്ക് വരുന്ന ആരും നിസർഗധാമ മിസ് ചെയ്യരുത് കേട്ടോ. ഈ ബേർഡ് പാർക്കിനുള്ളിൽ നമുക്ക് പല വിധത്തിലുള്ള പക്ഷികളെ മാത്രമല്ല ഉരഗങ്ങളെയും കാണാം.
മക്കാവുകൾ, പല ഇനം തത്തകൾ, ഒട്ടകപക്ഷി, താറാവ്, അരയന്നങ്ങൾ, വിവിധ ഇനം കോഴികൾ തുടങ്ങിയവയെല്ലാം ഉണ്ടിവിടെ. ഇവയിൽ പല പക്ഷികളും ട്രെയിൻഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലിരുത്തി ഫീഡ് ചെയ്യിക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ അവസരമുണ്ട്. പക്ഷേ ഇതൊന്നും ഫ്രീ അല്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും പ്രത്യേകം ചാർജുണ്ട്. ബേർഡ് പാർക്ക് പോലെ തന്നെ നിസർഗധാമയിലെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഇവിടുത്തെ ഡിയർ പാർക്ക്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നതിനാൽ ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബേർഡ് പാർക്കിൽ പക്ഷികൾ മാത്രമല്ല, പ്രകൃതിയുടെ ക്രിയേറ്റിവിറ്റി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരം ഓന്തുകളും പച്ച നിറത്തിലുള്ള ഇഗ്വാനകളും ഒക്കെയുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു അഡ്വഞ്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബേർഡ് പാർക്കിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന സിപ്പ് ലൈൻ ട്രൈ ചെയ്യാവുന്നതാണ്. കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മൾ പാർക്കിന്റെ ഒരു എൻഡിലെത്തിയിരിക്കുകയാണിപ്പോൾ. ഇവിടെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങി നിൽക്കാനുള്ള പടവുകളുണ്ട്. ഈ പുഴയിലേക്ക് ഇറങ്ങി തണുത്ത വെള്ളത്തിൽ കാലൊക്കെ ഒന്ന് മുക്കി ഇവിടെ നിന്ന് ഈ ആംബിയൻസ് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭൂതി, അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ സജഷൻസും കമൻസും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് SN ട്രാവൽ വ്ലോഗ്സ്.